ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ ഗണിതമാണ്. 1-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഗണിതം മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഇത് ഇംഗ്ലീഷ് മീഡിയംകാരുടെ അല്ല, മലയാളം മീഡിയംകാരുടെയാണ്. അപ്പം നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഗണിതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റത്തെ പാഠമാണ് കേട്ടോ. ലാസ്റ്റത്തെ ചാപ്റ്റർ 11 എണ്ണം അടുക്കി വയ്ക്കാം. ഇതോടുകൂടി നിങ്ങളുടെ മാത്സ് ഗണിതം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എണ്ണം അടുക്കി വയ്ക്കാം. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ വരുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ എങ്ങനെയാണ് അത് ചെയ്യുക, അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം ഇതിൽ വിശദീകരിച്ച് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എണ്ണം അടുക്കി വയ്ക്കാം. എണ്ണി എഴുതൂ. അൻവിതും കൂട്ടുകാരും ചില സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ചിത്രം നോക്കൂ. അപ്പൊ അൻവിതും കൂട്ടുകാരും എന്തൊക്കെയോ കുറെ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? പെൻസില്, റബ്ബർ, സ്കെയില്, കട്ടർ. പെൻസിൽ എത്ര എണ്ണാണ്? 1 2 3 4 5. റബ്ബറോ 1 2 3. സ്കെയിലോ 1 2 3 4. കട്ടറോ 1. ഓരോന്നിൻ്റെയും എണ്ണം കളത്തിൽ എഴുതൂ. ഇപ്പം ഞാൻ പറഞ്ഞ നമ്പറുകളാണ് നമ്മൾ ഈ കളത്തിൽ എഴുതാൻ പോകുന്നത്. കട്ടർ എത്ര എണ്ണമാ? 1. റബ്ബർ 3. സ്കെയില് 4. പെൻസിൽ 5. ഉത്തരം എഴുതൂ. എണ്ണം കുറഞ്ഞത് ഏതാണ്? ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 1 അല്ലേ. അപ്പോൾ 1. കട്ടർ അല്ലേ. എണ്ണം കൂടുതൽ ഏതാണ്? പെൻസിൽ 5 എണ്ണം. കട്ടറിനേക്കാൾ എത്ര എണ്ണം കൂടുതലാണ് പെൻസിലിന്റെ എണ്ണം? നിങ്ങൾക്ക് കുറയ്ക്കാൻ അറിയാമോ? കട്ടറിനേക്കാൾ എത്ര എണ്ണം കൂടുതലാണ്? അപ്പോൾ 5-ൽ നിന്ന് 1 മൈനസ് ചെയ്യുക, കുറയ്ക്കുക. അപ്പം 4 അല്ലേ. ഉത്തരം 4. സ്കെയിലിനേക്കാൾ എത്ര എണ്ണം കുറവാണ് റബ്ബറിന്റെ എണ്ണം? സ്കെയിലിനേക്കാൾ എത്ര എണ്ണം കുറവാണ്? 4 - 3 1. അൻവിതിന്റെ സ്കൂളിൽ ഒരു യോഗം നടക്കുകയാണ്. പുറത്തു നിർത്തിയിട്ട വാഹനങ്ങൾ അവർ എണ്ണി നോക്കി. അപ്പൊ അൻവറിന്റെ സ്കൂളിൽ ഒരു യോഗം, PTA മീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റിംഗ് ആയിരിക്കും സ്കൂളിൽ കേട്ടോ. അപ്പൊ കുറെ വാഹനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വാഹനങ്ങൾ ഇതാ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? നിരത്തിയിട്ടിട്ടുണ്ട് അല്ലെ. ഇതിൽ നിങ്ങൾക്ക് ബസ് കാണാം, ഓട്ടോ കാണാം, കാറ് കാണാം, സ്കൂട്ടർ കാണാം, സൈക്കിൾ റിക്ഷ കാണാം, വേറെ കുറെ സൈക്കിളുകൾ കാണാം അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് ഓരോന്നിന്റെ പേരുകൾ ശരിക്കും നോക്കാം. ചിത്രം നോക്കി വാഹനങ്ങളുടെ എണ്ണം എഴുതണം നമ്മൾ. കാറ്, എത്ര കാറുണ്ട് ഇവിടെ? നോക്കൂ, 1 2 3. അപ്പൊ 3. ഓട്ടോയോ 1 2. മുച്ചക്ര സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാൻ ഈ സൈക്കിൾ റിക്ഷ പറഞ്ഞത് അത് തന്നെയാണ്. മുച്ചക്ര സൈക്കിളാണിത്. 3 ചക്രമുണ്ട്. അതൊന്ന്. സൈക്കിൾ ആണെങ്കിലോ എത്ര സൈക്കിളുകൾ ഉണ്ട് ഇവിടെ? 1 2 3 4 5 6. സ്കൂട്ടറോ? സ്കൂട്ടർ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? എണ്ണി നോക്കൂ. 1 2 3 4 5. ബസ് എത്ര എണ്ണം ഉണ്ട്? 2. കൂടുതൽ എണ്ണമുള്ള വാഹനം ഏതാണ്? ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എഴുതിയത് ഏതാ നമ്പർ? സൈക്കിൾ ആണ് അല്ലേ. അപ്പൊ സൈക്കിൾ. കുറവ് ഏതാണ്? മുച്ചക്ര സൈക്കിൾ. ചിത്രത്തിൽ എത്ര വാഹനങ്ങളുണ്ട്? മൊത്തം എത്ര വാഹനങ്ങൾ ഉണ്ടെന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടുക. നിങ്ങൾ 3 2 5 + 1 6, 6 + 6 12, 12 + 5 17, 17 + 2 19. നിങ്ങൾ എങ്ങനെയാണോ കൂട്ടാൻ പഠിച്ചിരിക്കുന്നത് അതുപോലെ കൂട്ടുക കേട്ടോ. ചില വിരലുകൾ എടുത്ത് നിങ്ങൾക്ക് കൂട്ടാം, അല്ലെങ്കിൽ ഇതുപോലെ 1 2 3 4 5 ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ കൂട്ടില്ലേ, ഇങ്ങനെയും കൂട്ടാം കേട്ടോ. 19. അൻവിതും കൂട്ടുകാരും പ്രീ പ്രൈമറി ക്ലാസ്സിൽ പോയി. അലമാരയിലെ കളിപ്പാട്ടങ്ങൾ നോക്കി. അപ്പൊ അൻവിതും കൂട്ടുകാരും നെക്സ്റ്റ് പോയത് എവിടേക്കാണ്? പ്രീ പ്രൈമറി ക്ലാസ്സിലേക്കാണ്. അവിടെ പോയി കളിപ്പാട്ടങ്ങൾ നോക്കി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ കളിപ്പാട്ടങ്ങൾ നോക്കൂ. കളിപ്പാട്ടങ്ങളുടെ എണ്ണം നമുക്ക് എഴുതണം. അവിടെ കാർ ഉണ്ട്, ഇതുണ്ടോ കാറ്.
എത്ര കാറ, എത്ര പന്ത്, എത്ര ബാറ്റ്, എത്ര കരടി, എത്ര പൂവ് എന്നൊക്കെ നമ്മൾ എഴുതണം. അപ്പം നിങ്ങൾ ആദ്യം തന്നെ കാർ എത്രണ്ണം നോക്കൂ. 5 കാറുണ്ട് ഇതിൽ. ഓക്കെ, എവിടേക്ക് 5 എന്നറിയോ? ഇതാ 1 2 3 4 5. ഇനി പന്താണ്, പന്ത് 3. അടുത്തത് ബാറ്റ് 4, കരടി 4, പൂവ് 6. ഇതില് പന്ത് ഇതാട്ടോ 3, 1 2 ഇവിടെ പിന്നെ ഒരു പന്ത് ഇതാ ഇവിടെ 3, ബാറ്റ് 4, ഇതാ ഇത് ഒരു ബാറ്റ്, ഇതാ 2 3 4. കരടിയും അതാ 3 ഇവിടെ അടിയിലും 1 മേലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ 4. പൂവ് 6 ഉണ്ട്, ഇതാ 3 ഇവിടെ 3 കേട്ടോ, അങ്ങനെ 6. ഇനി താഴെ പറയുന്നവ ശരിയാണെങ്കിൽ ശരിയായിട്ട് ഇടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക കേട്ടോ. പന്തിനേക്കാൾ കൂടുതലാണ് ബാറ്റ്, പന്ത് 3, ബാറ്റ് 4. അപ്പൊ അത് ശരിയല്ലേ? ശരിയാണ്, അപ്പൊ ശരി. കരടിയേക്കാൾ കുറവാണ് പൂവ്, കരടിയേക്കാൾ കുറവല്ലല്ലോ പൂവ്. കരടി 4 അല്ലേ ഉള്ളൂ, പൂവ് 6 ഇല്ലേ? ഏതാ വലുത്? പൂവല്ലേ. അപ്പൊ അത് തെറ്റ്. കാറിന്റെയും കരടിയുടെയും എണ്ണം തുല്യമാണ്, കാറിന്റെയും കരടിയുടെയും എണ്ണം തുല്യമല്ല. അപ്പൊ ഇത് തെറ്റ്. ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഇല്ല, ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടല്ലോ, ബാറ്റും കരടിയും അല്ലേ. അപ്പൊ അതും തെറ്റ്. സ്റ്റേജ്, അടുത്തതൊരു സ്റ്റേജ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേജ് നോക്കൂ. സ്റ്റേജിൽ നിങ്ങൾക്ക് വ്യത്യസ്ത രൂപങ്ങൾ കാണുന്നില്ലേ? വൃത്തമുണ്ട് അല്ലേ? ഇതാ എത്ര വൃത്തമുണ്ട് ഇവിടെ? ഇത് വൃത്തം, ഇത് ത്രികോണം, അങ്ങനെയാണ് ഷേപ്പ് വരിക കേട്ടോ. അപ്പൊ നമുക്ക് ചതുരം, പിന്നെ ഇതില്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഷേപ്പും കൂടി തന്നിട്ടുണ്ട്. നിങ്ങൾ അത് ഏത് ഷേപ്പ് ആണെന്ന് മാത്രം എഴുതിയാൽ മതി. 1 2 3 4 5. പഞ്ചഭുജം എന്ന് പറഞ്ഞിട്ടുള്ളതാണത്, പക്ഷെ നമുക്ക് ഷേപ്പ് മാത്രം എണ്ണി എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നോക്കാം, നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്നത് ത്രികോണമാണ്. എത്ര ത്രികോണം ഉണ്ട് ഇവിടെ? 1 2 3 4. അപ്പൊ 4 എഴുതൂ. എഴുതി. കളർ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് കളർ കൊടുക്കാം. ചിത്രത്തിൽ കാണുന്ന നിറം, നമ്മൾ ആദ്യം വൃത്തത്തിന് മഞ്ഞ കൊടുത്തു. വൃത്തം എത്ര ഉണ്ടെന്ന് എണ്ണി എഴുതി. 6 കേട്ടോ. 1 2 1 2 3 4 5 6. അടുത്തത് നോക്കൂ, ത്രികോണം. ത്രികോണം നമ്മൾ നേരത്തെ പറഞ്ഞു, 5. അടുത്ത ഷേപ്പ് ആ ചുവന്ന കളറിൽ കാണുന്നത് 4 ഉണ്ട്. 4 എഴുതുക. ചതുരം എത്ര എണ്ണം ഉണ്ട് നോക്കൂ. ചതുരം ഇതാ 1 2 3. കളർ കൊടുക്കൂ. പച്ച കളർ കൊടുത്തു, എഴുതി. 3 എന്ന് എഴുതി. അടുത്തത് പൂക്കൾ നോക്കൂ, എണ്ണം എഴുതൂ. അൻവിതിന്റെ ക്ലാസ് മുറിയിലെ ജനാലയ്ക്ക് ചുറ്റും വരച്ചിട്ടുള്ള ചിത്രം നോക്കൂ. ചുവപ്പ്, നീല, മഞ്ഞ, വയലറ്റ് പൂക്കൾ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ചുവപ്പ് പൂക്കൾ എണ്ണിയാലോ? എണ്ണാലേ. ഇതാണ് ചുവപ്പ് കേട്ടോ. 1 2 3 4 5 6 7 8. 8 എഴുതുക. നീലയാണ് അടുത്തത്. നീല എണ്ണാം. 1 2 3 4. ഇതില് നീലയും വയലറ്റും ഉണ്ട് കേട്ടോ. ഇത് വയലറ്റ് ആണ്, ഇത് വേണ്ട. അപ്പൊ നമുക്ക് ഒന്നുകൂടി എണ്ണാം. 1 2 3 4 5 6 7 8. മഞ്ഞയോ? മഞ്ഞ എണ്ണാം. 1 2 3 4 5 6. വയലറ്റ് എണ്ണാം. 1 2 3 4 5. 5 ഇതിലുള്ള പൂക്കൾ എത്ര എണ്ണം? ഇതിൽ 5 ഇതിലുള്ള പൂക്കൾ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട് കേട്ടോ. ഏത് നിറത്തിലുള്ള പൂവാണ് ഇവിടെ കൂടുതൽ? ചുവപ്പും നീലയും ഉണ്ട് അല്ലേ? അപ്പൊ അത് രണ്ടും എഴുതുക. ചുവപ്പ്, നീല. തുല്യ എണ്ണം വരുന്ന പൂവുകളുടെ നിറം ഏതൊക്കെ? ചുവപ്പ്, നീല. ചിത്രത്തിൽ എത്ര പൂക്കളുണ്ട്? ടോട്ടൽ ആയിട്ട് എണ്ണണം കേട്ടോ. മൊത്തം എണ്ണുക. 8 വിരലുകൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക. 1 2 3 4 5 6 7 8. ആദ്യം ഒരു 8 എഴുതിയില്ലേ? ഇനി ഒരു 8 കൂടി എഴുതണം. 1 2 3 4 5 6 7 8. ഇനി എത്ര എഴുതണം? ഇനി ഒരു 6 എഴുതൂ. 1 2 3 4 5 6. ഇനി ഒരു 5 വരയ്ക്കൂ. 1 2 3 4 5. ഇനി ഒന്ന് ആദ്യം മുതൽ എണ്ണി വരൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16.
17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27 അല്ലേ? അപ്പം നമുക്ക് 27 നിങ്ങൾക്ക് എങ്ങനെയാണോ ടീച്ചർ സ്കൂളിൽ പഠിപ്പിച്ച് തന്നിരിക്കുന്നത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അപ്പം നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇത് ടീച്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്നും വാച്ച് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.